ഏത് ത്വരീകത്തും അത് പാച്ചതാന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക. അതിന് മശായിഖന്മാരെ കൂടെ അത് പ്രഖ്യാപിക്കാൻ പാടുള്ളൂ. അതായത് ശേഖനെ മനസ്സിലാവുള്ളൂ, ഒരു വലിയനെ മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ പറയുന്നത് പിന്തുടരാൻ പാടില്ല. ആരാണ് കള്ളത്വരീകത്ത് പ്രചരിപ്പിക്കാനോ പറയാനോ അല്ല ഞാൻ പറയുന്നത്. നമ്മൾ കള്ളന്മാരെ വേർതിരിക്കാൻ നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയ ചെറിയ രൂപം പറഞ്ഞെന്ന് വെച്ചാല് ശരീഅത്തിന് വിരുദ്ധമായി നീങ്ങുക, സ്ഥിരമായിട്ട് പിന്നെ സുന്നത്തിനെ നിരാകരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ തകിട് മന്ത്രം തന്ത്രമെന്നും ത്വരീകത്തുമായിട്ട് ബന്ധമില്ലാത്ത സാധന. ഔലിയാക്കൾക്ക് തകിട് മന്ത്രത്തിന്റെ ഒരു ആവശ്യമില്ല. അത് ചെയ്യുന്നവന് ശ്രദ്ധിക്കുക, ഒരിക്കലും കമാലിയത്ത് കത്തിണ്ടാവില്ല. പച്ച കുപ്പായിട്ടുണ്ടോ മഞ്ഞ കുപ്പായിട്ടുണ്ടോ തലപ്പാവ് കെട്ടിയുണ്ടോ ഒന്നും ശേഖാവില്ല. തന്റെ ശേഖന്റെ അടുത്ത് ഖിലാഫത്ത് കിട്ടണം, ബയ്യത്ത് കിട്ടണം, അത് കൊടുക്കാനുള്ള അവകാശം ഖിലാഫത്ത് കിട്ടണം. അവരൊക്കെ ശേഖന്മാരാണ്. സത്യത്തിൽ അങ്ങനെ ഒരാൾക്ക് തെർബിയത്ത് കൊടുക്കാനുള്ള അവസ്ഥ സമ്മതം കിട്ടിയാൽ തെർബിയത്ത് നടത്തുന്നവൻ അള്ളേന്. കാരണക്കാരനാണ് ഷെയ്ഖ്. ഹബീബ റസൂലുള്ളാഹിയാണ് മുറബി. ഏതെങ്കിലും നിങ്ങൾ ഷെയ്ഖുമാരെ കൈ പിടിച്ചില്ലെങ്കിൽ അത് ദീന് വിരുദ്ധമായത് അറിഞ്ഞോ അറിയാതെയോ അവരെ വരില്ല. അവർക്ക് ബേജാരകരം. ഒരു സുന്നത്ത് പോലും നിരാകരിക്കൂല. അപ്പൊ എല്ലാം എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. സുന്നത്തിനെ നിഷേധിച്ചോണ്ട് ഒരു വരില്ല, സുന്നത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് വരിക. അല്ലെ, അള്ളാന്റെ അടുത്ത് അടുത്ത നിസ്കാരം കേട്ടോ ഒഴിവായതാണ്. അള്ളാന്റെ അടുത്ത് നിസ്കാരം കൂടില്ലേ? ലോകത്തെ ഏറ്റവും അള്ളാഹത്തെ അടുത്താണ് ഹബീബായ റസൂലുള്ളാഹികളാ. നേരിട്ട് പോയി മിറാജ് പോയി അള്ളാനെ കണ്ടുവന്ന് നിസ്കാരം കൊടുന്ന ആള്. എന്നിട്ട് അവിടെ നിസ്കാരം ഒഴിവാക്കണോ? അപ്പൊ കള്ള ത്വരീഖത്ത് കള്ള ശേഖ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാതെ സ്വയച്ഛ പ്രകാരം ജിന്നോ ശൈത്താനോ ഒക്കെ സേവിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരിക്കലും കള്ളും കഞ്ചാവൊന്നും വരില്ല.